ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടോ ഈ ഒരു കപ്പിന് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന കപ്പാണ്. ഈ കപ്പിന് ഒരു 2 കപ്പ് അരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു സവാള, മീഡിയം സൈസ് സവാളയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിയുണ്ട്. ബാക്കി നമുക്ക് കാണാം. അടുത്തുണ്ട് ഒരു പട്ടയിരിപ്പുണ്ട്, ഇത് കച്ചോലം തക്കോലം, ഇത് കുറച്ച് ഗ്രാമ്പു 3-4 ഏലക്ക, ഇത് സാജീരകം, അരപ്പ്, ഇത് ഏലക്ക, ഇത് ജാതിപത്രി പൊട്ടിച്ചിട്ടിരിക്കുക ജാതിപത്രി. ശരി, ഇത് സാജീരകം എന്ന് പറയും. സാജീരകം അറിയാലോ, നമ്മൾ കേക്കിനൊക്കെ ഇടുമല്ലോ. ഇത് ബിരിയാണിക്കൊക്കെ ഇടുന്നവർ ജീരകം, നല്ല മണം അതിന്. ഞാനിപ്പോൾ ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കുക്കറിലിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം, കാരണം ഇത് 2 കൊച്ചു കപ്പ് അരിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. നമുക്കിനി ഇത് ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരുന്നു. ഒരു സവാള ഞാൻ കാണിച്ച സവാള അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി എല്ലാം കൂടെ ഞാൻ ഇട്ട് വഴറ്റുന്നതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഉള്ളി നല്ല റെഡിഷ് കളറാവും. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. 6 കപ്പ് വെള്ളം ഒഴിക്കണം. നമുക്കത് മൂടി വെയിറ്റ് ഇട്ടിട്ട് സിമ്മിലിട്ട് വെക്കണം. അധികം നേരം വേണ്ട, ഒരു 5 മിനിറ്റ് സിമ്മിൽ കിടക്കട്ടെ, അല്ലാതെ ആവി വരാൻ കാത്തിരിക്കണ്ട. ഫ്രഷായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ബാക്കി ഞാൻ ചീനിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക്, ഞാനിവിടെ കുറച്ച് പനീർ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുവിധം ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് മൂപ്പിക്കരുത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പനീർ എടുത്ത് വെച്ചിരുന്നല്ലോ, മുരിച്ച് വെച്ചിട്ട് അതിൽ അതേ എണ്ണ, ആ എണ്ണയ്ക്കകത്ത് ഒരു ചെറിയ ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരിഞ്ഞ് നന്നായിട്ടൊന്ന് അരിയിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റുകയാണ്. ഇതാണ് ഞാൻ ഒരു മുട്ട, അല്പം ഉപ്പുനീരും ഒഴിക്കാൻ, നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക്, ഞാൻ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്, വലിയ ചീനിച്ചട്ടി. നമുക്കിനി ഇതൊന്ന് നോക്കാം. ഇത് ആവി വരരുത്, സ്റ്റീം വരാൻ അതായത് വിസിൽ വരരുത്. ഒന്ന് ചെറുതായിട്ട് ആവി വരുമ്പോൾ, സ്റ്റീം ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ വിസിലിട്ടിട്ട് സിമ്മിലിട്ടൊരു 5 മിനിറ്റ് വെച്ചേക്കണം. അല്ലാതെ നമ്മളത് കത്തിക്കേണ്ടത്, സ്പീഡാക്കരുത്, സിമ്മിലിട്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ആവി മുഴുവൻ പോയിട്ട് വേണം. ഇതിപ്പോൾ കറക്റ്റ് വേവാണ്. അപ്പോൾ നമ്മൾ ഈ 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കപ്പ് എത്രയാണോ അതിൻ്റെ 6. ഇപ്പോൾ ഓരോ അരി ഓരോ തരത്തിലായിരിക്കും. ഇത് പൊന്നി അരിയാണ്. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. ഒരല്പം നെയ്യ് മതി. ഒരു 1/2 സ്പൂൺ എന്ന് പറയാം, 1/2 ടീസ്പൂൺ. ഇനി നമുക്കത്, ഈ ചോറ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകട്ടെ. നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ചോറ്, അത് ഇതിലോട്ട് വയ്ക്കാൻ പോകാം. ഇട്ട് കൊടുക്കുകയാണ്.
ബോളിലോട്ട് ഈ പനീർ നമ്മൾ ഒന്ന് മൂപ്പിച്ച് വെച്ചല്ലേ അതിട്ട് കൊടുക്കാം നമുക്ക്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണേ, ലോ ഫ്ലെയിമാണ്. ഇനി വീണ്ടും നമ്മളിതിനകത്തോട്ട് എടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോ ഒന്നിട്ട് കൊടുക്കാം. ടൊമാറ്റോ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊന്നും കൂടുതലിടാം, ഒരെണ്ണം കൂടി ഇടാൻ വേണമെങ്കിൽ. ഇവിടെ അത്ര പോരാ. ഞാനിപ്പോൾ എൻ്റെ മോന് വേണ്ടിയാണ് ഇവിടെ. അവർ ടൊമാറ്റോ ഒന്നും അത്ര ഇഷ്ടമല്ല. എല്ലാവരും ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ടൊമാറ്റോ വേണം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം സാഹചര്യം ഓവറായാലും വല്ലാത്തൊരു ചുവ വരും. അത് ഇച്ചിരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇട്ട് കൊടുത്തു. അത് ഏറ്റവും അടിയിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. എൻ്റെ ഒരു ചെറിയൊരു പിശക് വന്നാൽ എനിക്ക്. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗ് അതൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വയ്ക്കാം. നമ്മളിത് അടച്ചു. ഇനി ചെറിയ തീ വെച്ച് കൊടുക്കാം. നോക്കാം. ആവി വരുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ. ആഹാ, അടിപൊളി പനീർ എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം വെച്ചിട്ട് കുക്കർ അടയ്ക്കുമല്ലോ. കുക്കർ അടച്ചിട്ട് ചെറുതായിട്ട് സ്റ്റീം വരുമ്പോൾ തന്നെ നമ്മൾ പിന്നെ വെയിറ്റ് ഇട്ടിട്ട് അത് സിമ്മിലിട്ട് വെച്ചേക്കണം. വെയിറ്റ് വരാൻ കാത്തിരിക്കേണ്ട. സിമ്മിലിട്ട് വെച്ച് ഒരു 2-3 സെക്കൻഡ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഓഫ് ചെയ്തിട്ട് സ്റ്റീം മുഴുവൻ പോയിട്ട് തുറന്നു കൊടുക്കണം. കാരണം വിസിൽ വരരുത്. വിസിൽ വരേണ്ട ആവശ്യമില്ല. നോക്കുക. അപ്പോഴേ കറക്റ്റ് വെന്തണം. ഒരു തരി വെള്ളമില്ല, കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ വിസിൽ വരണവരെ കാത്തിരുന്ന് ചിലപ്പോൾ അപകടമൊക്കെ ഉണ്ടാവും. പൊട്ടിത്തെറിക്കലൊക്കെ അങ്ങ് നടക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പ്രത്യേകം പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന് വേവാനുള്ള വെള്ളം വെച്ചിട്ടുള്ളൂ, കൂടുതൽ വെള്ളം വെച്ചിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അത് വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. വിസിൽ വരണതിന് മുമ്പേ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ.